യുദ്ധം, ഇറാൻ യുദ്ധം, പശ്ചിമേഷ്യ യുദ്ധം എന്നും ആർക്കും പിടികിട്ടാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഒരു ചർച്ച JD വാൻസ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ പോയി ചെയ്തു. രണ്ടാമത്തെ ചർച്ചയ്ക്ക് വേണ്ടി അസീം മുനീർ ഇവിടെ വന്നു. അതിനിടയിൽ അസീം മുനീറിനെ നമ്പരുതെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം ട്രംപിനോട് പറഞ്ഞു. ട്രംപും അസീം മുനീറുമായിട്ടുള്ളത് വ്യക്തിബന്ധമാണ്. എന്നിരുന്നാൽ കൂടി ഒരുപക്ഷെ പാകിസ്ഥാനൊക്കെ നമ്മൾ ഇന്ത്യൻ വംശജരെന്ന നിലയിലൊക്കെ എതിർക്കുകയും വെറുക്കുകയും ചെയ്യുന്നതാണ്. പക്ഷെ അദ്ദേഹം സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ബ്ലെസ്ഡ് ആർ ദോസ് ഹു വർക്ക് ഫോർ പീസ് എന്ന് പറയും. സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ്. ഒരുപക്ഷെ ഒരു യുദ്ധം അദ്ദേഹത്തെ കൊണ്ട് വ്യക്തി എന്ന നിലയിൽ, പാകിസ്ഥാൻ എന്ന രാജ്യം നിലയിൽ അത് വളരെ കളങ്കിത രാജ്യമാണ്, അവർക്കൊരു ഇതില്ല, താല്പര്യങ്ങളില്ല. പക്ഷെ ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം ഒരു യുദ്ധത്തിന്റെ സമാധാനത്തിന്, അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം പോലും പറഞ്ഞിരിക്കുന്നത് അവനെ നമ്പരുത് എന്നാണ് ട്രംപിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. എന്നാലും രണ്ടാമതുള്ള ചർച്ചയ്ക്കുള്ള പൊരുത്തക്കേടുകൾ ഇറാൻ പറയുന്നു, ഞങ്ങൾ ഹോർമുസ് കടലിലേക്ക് അമേരിക്ക അവിടെ നിന്നും ഉപരോധം മാറ്റിയില്ലെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്ന്. അമേരിക്ക പറയുന്നു നിങ്ങൾ പോകും അങ്ങോട്ടും ഇങ്ങോട്ടാണ്. അതിനിടയിൽ ഒട്ടനവധി കാര്യങ്ങളാണ് നടക്കുന്നത്. സമ്പദ് വ്യവസ്ഥകൾ തകർന്നടിഞ്ഞില്ലാതാകുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒന്നും പറ്റുന്നില്ല എന്നുള്ളത് വേറൊരു ഭാഗം. UAE ഡോളറൈസേഷനെ കുറിച്ച് അമേരിക്കൻ സ്കോട്ട് ബെസന്റ് എന്ന കൊമേഴ്ഷ്യൽ സെക്രട്ടറിയോട് ചോദിച്ചിരിക്കുകയാണ്, ഞങ്ങൾ യുവാനിൽ വ്യവഹാരം നടത്തുന്നത്. അപ്പം ചില നീക്കുപോക്കുകൾ പലപ്പോഴും ഇപ്പം ഇന്ത്യയോട് പറയുന്നത് നിങ്ങൾ റഷ്യയിൽ നിന്ന് 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങിക്കോളൂ. അതുപോലെ UAE പറയുന്നത് നിങ്ങൾ കുറച്ച് നാളത്തേക്ക് എണ്ണ യുവാനിൽ വിറ്റോളൂ. അതൊരു ബാലൻസിങ് ആക്റ്റാണ്. ആ ബാലൻസിങ് ആക്ട് ഇപ്പം UAE പോലുള്ള ഒരു രാജ്യം, അതായത് 40 ലക്ഷം മലയാളി സഹോദരങ്ങൾ അവരുടെ കിടപ്പാടവും അവരുടെ ഭാര്യമാർ ആ സഹോദരിമാരുടെ താലിച്ചെയിനും വെച്ച് പണയം വെച്ച് മരുഭൂമിയിൽ അധ്വാനിക്കാൻ പോയ കുടുംബങ്ങൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. 40 ലക്ഷം. ഈ സമ്പദ് വ്യവസ്ഥയെ, കേരളത്തിൻ്റെ ജീവിത മാർഗത്തെ തകിടം മറിക്കുമോ എന്നുള്ളതിനെ കുറിച്ച് എല്ലാ മലയാളിയും ചിന്തിക്കേണ്ടതുണ്ട്. ആ ഒരു വിഷയമാണ് ഞാനും ഇതിനും ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഈ യുദ്ധം എവിടെ എത്തി? എന്നെക്കാളും കൂടുതലായിട്ട് മിഥുൻ ഇതിനെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം എവിടേക്കാണ് ഇന്ന് വരെ യുദ്ധം ചർച്ച നടക്കുമോ. JD വാൻസ് ഇവിടെ നിന്ന് പ്ലെയിനിൽ കയറി എന്ന് പറയുന്നവരുണ്ട്, പോയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. JD വാൻസ് യാത്ര തുടർന്നു പറയാൻ പറ്റില്ല, കാരണം ഇവിടുന്ന് 16 മണിക്കൂർ അതിനൊരു റീഫ്യൂലിംഗ് ഉണ്ടാവും. പ്ലെയിൻ ഇസ്ലാമാബാദിൽ ചെന്നിറങ്ങാനായിട്ട് പോയിന്നും പറയുന്നുണ്ട്. ഇറാനും ചിലപ്പോൾ അവിടെ രഹസ്യമായിട്ട് വരണം, പിൻവാതിൽ ചർച്ച എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് മിഥുനോട് എന്താണ് അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേറ്റ്സ്, യുദ്ധത്തെക്കുറിച്ച് ഉള്ള അപ്ഡേറ്റ്സ് നമുക്കൊന്ന് ചോദിച്ചറിയാം. വിട്ടുമ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പേ ഞാനിപ്പോൾ ഇന്നലെ പോലും വിട്ടുപാട് ചാനൽ സുഹൃത്തു എന്ന് പറയണ്ടേ, ഇവൻ യുദ്ധം തുടങ്ങില്ല എന്ന് പറഞ്ഞവരാണ്. അതായത് ഞാൻ ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇറാനിൽ ഒരു ഘടനയുണ്ട്. അതായത് ഇത് ലിബിയ അല്ലെങ്കിൽ ടുണീഷ്യ അല്ലെങ്കിൽ സിറിയ പോലെയല്ല, അതൊരു ഫാമിലി പരിവാറല്ല. അതായത് ഗദാഫിയുടെ മരുമക്കള് അമ്മകൻ ആ ഒരു കുടുംബ വ്യവസായമല്ല നടക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു സമ്പ്രദായമുണ്ട്. IRGC, അതിന് മുമ്പിൽ ഒരു മിലിറ്ററി തലവന്മാര്, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. ആ സെറ്റപ്പ് ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് 45 വർഷം അല്ലെങ്കിൽ 47 വർഷമായിട്ട് സെറ്റപ്പാണ്. അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ സാധിക്കാവുന്ന ഒരു കാര്യമല്ല. ആൻഡ് ദേ വിൽ ഫൈറ്റ്. അവസാന ശ്വാസം വരെ പോരാടും. അതായത് ഇസ്രായേൽ പോരാടുന്ന പോലെ ഇറാനും അവസാന ശ്വാസം വരെ പോരാടുമെന്ന് ഞാൻ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ. അതായത് ഈ പറയുന്ന പോലെ ഒന്നും എല്ലാ കാര്യങ്ങളും, അതായത് 4 ബോംബ് ഇട്ടാലൊന്നും തീരാൻ സാധിക്കില്ല. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു യുദ്ധം നടക്കില്ല. പക്ഷെ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് ട്രംപ്, കാരണം ലാസ്റ്റ് മിനിറ്റിൽ എനിക്ക് കൺട്രോൾ ഇല്ല, ട്രംപിന്റെ നടപടിയായിരുന്നു. ഓക്കെ, ഇവിടെ പറഞ്ഞു വരുന്നു യുദ്ധം മുന്നോട്ട് പോകുമോ ഇല്ലയോ, നമ്മുടെ ഭാവി എന്തായിരിക്കും. യുദ്ധം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. കാരണം ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് ട്രംപ് ഇത് പേഴ്സണലാക്കി എടുത്തിരിക്കുകയാണ്. കാരണം ഇന്നലെ ഞാൻ വീണ്ടും പറഞ്ഞതാണ് നമ്മുടെ ചാനലിൽ, അതായത് മറ്റേ 2ാമത്തെ പൈലറ്റിനെ രക്ഷപ്പെടുത്താനുള്ള ആ ശ്രമത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രംപിനെ റൂമിൽ നിന്ന് പിടിച്ച് പുറത്താക്കി എന്ന് പറഞ്ഞാൽ പിടിച്ചല്ല പുറത്താക്കിയത്, ട്രംപിനോട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു റൂമിൽ നിന്ന്. കാരണം അദ്ദേഹം റൂമിലിരുന്നു കൊണ്ട് ആക്രോശിക്കുകയായിരുന്നു ചുറ്റുമുള്ള കമാൻഡേഴ്സുണ്ട്. നിങ്ങളിന്ന് തോന്നിവാസമാണ് കാണിക്കുന്നത്. കാരണം ട്രംപ് വളരെയധികം വികാരഭരിതനാണ്. അൺകൺഫേം ന്യൂസ് പുറത്തു വരുന്നുണ്ട്. ന്യൂക്ലിയർ കോഡ് കൈവശമാക്കാൻ ട്രംപ് ശ്രമിച്ചു എന്ന് വരുന്നുണ്ട്. അത് കൊടുത്തില്ല എന്ന്. അതൊക്കെ അൺകൺഫേം, നമുക്ക് ഉറപ്പല്ല. ട്രംപ് അമേരിക്കയുടെ ന്യൂക്ലിയർ വെപ്പണിന്റെ കോഡുകൾ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്നും അതിൽ നിന്ന് ട്രംപിനെ പിന്തിരിപ്പിച്ചു എന്നും പറഞ്ഞ വാർത്തകൾ വരുന്നു. സത്യമാണെങ്കിൽ
ഈ യുദ്ധം ഈ പറയുന്ന നാളെ മുതൽ ട്രംപ് അവസരം കൊടുത്തു ഇറാന്, ടു ബി വെരി ഫ്രാങ്ക്, ട്രംപ് അവസരം കൊടുത്തു, ഇന്നലെ ഒരു അവസരം കൊടുത്തു സംസാരിക്കാം, തീർപ്പാക്കാം. പക്ഷേ ഇറാൻ വിൽ നെവർ കം. ഇറാന് വരാൻ സാധിക്കില്ല. കാരണം ഇറാന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഒരു മിനിറ്റ് ഒറ്റൊരു ചോദ്യം ഞാൻ ഒരു പ്രേക്ഷകർ പറയാം. ഒരു മാസം ഒരു രാജ്യത്തിന്റെ ഇന്റർനെറ്റ് അടച്ചാൽ എന്തായിരിക്കും അവസ്ഥ? വിക്ടർ ഭായ്, എത്ര പേർക്ക് ജോലി നഷ്ടമാകും പറ? അല്ലേ? ഇപ്പൊ നമ്മൾ പോലും പണിയിലുണ്ട്. നമ്മൾ ഇതാണ് നമ്മുടെ റോസി റൊട്ടി അല്ലേ? ഇതുപോലും നമുക്ക് പോഡ്കാസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇറാനിലെ കോടിക്കണക്കിന് യുവാക്കളും യുവതികളും അവരുടെ ആശ്രയമായ ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഇല്ലാതെ ഒരു മാസം 1.5 മാസം വലിയ കാര്യം എന്നല്ല പറയുന്നത്. നമുക്ക് ജീവിക്കാൻ സാധിക്കും. പണ്ടൊക്കെ എന്തുണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇന്നത്തെ എന്ന് പറയുന്നത് പലരുടെയും ബിസിനസ് ആശ്രയിച്ചാണ് ഇരിക്കുന്നതിനെ. നോട്ട് ദ പോയിന്റ്. ശരിയാണല്ലോ അല്ലേ? അപ്പൊ ആ കാലഘട്ടം പോലും മനസ്സിലാക്കണം. അപ്പൊ അതായത് യുദ്ധം നീണ്ടു പോകുമ്പോൾ ഇരു കൂട്ടർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ യുദ്ധം നീണ്ടു പോകുക തന്നെ ചെയ്യും. അമേരിക്കയും അതുകൊണ്ടാണ് ഇന്നലെ ഇത്ര റിസ്ക് എടുത്തിട്ട്, അതായത് അവരുടെ ടുസ്ക എന്ന് പറയുന്ന കപ്പലിന്റെ എഞ്ചിനിലേക്ക് 2 കാലിബർ 2 റൗണ്ട് അടിച്ചു. എന്നിട്ട് അതിൽ അവര് മെറീൻസ് കയറി. ഇതൊക്കെ എന്താ പറയുക, എസ്കലേഷൻ നടപടിയിൽ എന്തൊക്കെ സൂചിപ്പിക്കുന്നു വെച്ചാൽ ഒരു ലോങ് ടേം വാറാണ്. ഈ വാറിന്റെ കാലഘട്ടത്തിൽ 2 ആഴ്ച ബ്രേക്ക് വന്നപ്പോൾ അമേരിക്ക റീസപ്ലൈ കൊണ്ടുവരുന്നു, ഇറാൻ റീസപ്ലൈക്ക് വന്ന ചൈനീസ് ഷിപ്പുകൾ തകർക്കുന്നു, പിടിക്കുന്നു. പക്ഷെ ഇത് ഒരു വലിയൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള എല്ലാ ശ്രദ്ധയും ഞാൻ കാണുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിന്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് വലിയ ഉറപ്പില്ല ഇനി അങ്ങോട്ട്. ദുബായിനെ പറ്റി ഒരുപാട് പേര് പറയുന്നുണ്ട്, ദുബായ് തിരിച്ചു വരുന്നൊന്നുമല്ല ദുബായ്. പക്ഷെ സംഭവം എന്ന് പറഞ്ഞാല് കാശുള്ളവൻ എവിടുന്ന് വേണമെങ്കിലും വാങ്ങും അല്ലേ? കാശില്ലാത്തവനല്ല, വിൽക്കാനുള്ളവൻ ആള് അല്ലെങ്കിൽ പണിവോളം. ഇതില് 1-2 ഭാഗങ്ങളുള്ളത്. നമ്മളിപ്പോൾ അടുത്ത് ട്രംപിന്റെ പ്രിയ പത്നി മെലനി ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് ഇതില് നമ്മൾ പറയുന്നത് അവര് ഇവിടെ ഒരു മാസികയിൽ അഭിനയിക്കാൻ വേണ്ടി വിദേശത്ത് നിന്ന് വന്നതാണ്. അമേരിക്കൻ വംശജയല്ല അവർ വന്നപ്പോൾ എപ്സ്റ്റീനാണ് ഈ സ്ത്രീയെ ട്രംപിന് പരിചയപ്പെടുത്തി. അങ്ങനെ അവർ തമ്മിൽ ബന്ധത്തിലായിട്ട് വിവാഹത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ തവണ ഇപ്പം ഈ കൂടുതൽ ഫയലുകൾ പുറത്തു വരുന്നതാണ് പറയുന്നത് എപ്സ്റ്റീനുമായിട്ട് ബന്ധപ്പെട്ട്. എപ്സ്റ്റീൻ ഇസ്രായേലിൻ്റെ ഒരു മൊസാദിൻ്റെ ഏജന്റ്, ഒരു ചാരനാണ് എന്നാണ് പല രീതിയിലുള്ള ഈ കോൺസ്പിറസി തിയറി വരുന്നത്. അതിൽ പകുതി ശരിയും പകുതി തെറ്റ് പോലെ ആയിരിക്കാം. അപ്പോൾ എപ്സ്റ്റീനാണ് ട്രംപിന്, കാരണം ട്രംപിന് 1980-കൾ തൊട്ട് വിവാദമായ പല ബന്ധങ്ങൾ, റഷ്യയായിട്ടുള്ള ബന്ധം. അതുകൊണ്ടാണ് എപ്പോഴും പൂട്ടിനായിട്ടുള്ള അദ്ദേഹത്തിന് അടുപ്പമുണ്ടെന്ന് പറയുന്നത്. യൂറോപ്യൻ യൂണിയനെ വരെ വധിച്ചിട്ട് അദ്ദേഹം ഇത് ചെയ്ത് പൂട്ടിൻ്റെ കൂടെ കൂടുന്നു പല കാര്യം. അതുകൊണ്ട് പൂട്ടിൻ്റെ സഹായം ഇറാന്റെ യുദ്ധത്തിൽ കിട്ടുന്നുണ്ട് അദ്ദേഹത്തിന്. ചൈന ആയിട്ട് എന്തോ ധാരണയുണ്ടെന്ന് പറയുന്നു എപ്സ്റ്റീൻ. അതുകൊണ്ട് മെലനി ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറമേ വന്ന് പറയേണ്ടി വന്നു, എനിക്ക് എപ്സ്റ്റീനായിട്ട് യാതൊരു ബന്ധമില്ല, ഒരിക്കൽ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ അതിന്റെ വാസ്തവം അതല്ല എന്നാണ് പുറത്തു വരുന്ന പറഞ്ഞ വിവരങ്ങൾ. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടി വായിക്കേണ്ട വിവരങ്ങൾ ഇപ്പം ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ സംസ്കാരത്തെ ഞാൻ കത്തിച്ച് ചാമ്പലാക്കുന്നതാണ്. ഇപ്പൊ മിഥുൻ സൂചിപ്പിക്കുകയുണ്ടായി, ന്യൂക്ലിയർ കോഡുകൾ ഇദ്ദേഹം ആവശ്യപ്പെട്ടു. ഇദ്ദേഹത്തിന് മാനസിക രോഗം പോലെയാണ് ചില സമയങ്ങളിൽ ആൾ പെരുമാറുന്നത്. കാരണം ഒരു പക്വതയില്ലാതെ ഇദ്ദേഹം ന്യൂക്ലിയർ കോഡുകളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ പിടിച്ച് പുറത്താക്കാൻ. കാരണം ഒരു പ്രസിഡന്റ് ഒരു വ്യക്തി മാത്രമാണ് ജനാധിപത്യത്തിൽ. ഇതൊരു രാജഭരണം പോലെയുള്ള അദ്ദേഹത്തിന് എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. പ്രത്യാഘാതങ്ങൾ അമേരിക്ക ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ മിലിറ്ററിയോ അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയോ രണ്ടും കൂടി വന്നിട്ട് അദ്ദേഹത്തിനെ അത് നിയന്ത്രിക്കേണ്ട സ്ഥിതിയിലേക്ക് വരും. കാരണം അദ്ദേഹം പറയുന്നത് സംസ്കാരത്തെ അദ്ദേഹം ഇപ്പോൾ ഒരു സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിച്ചാൽ, റോഡുകൾ, പാലങ്ങൾ, കറണ്ട്, ഇപ്പൊ മിഥുൻ സൂചിപ്പിച്ച പോലെയുള്ള ഇന്റർനെറ്റ് പോലും ഇത് ചെയ്താൽ ഒരു രാജ്യം നിശ്ചലമായി. പിന്നെ അത് കെട്ടിപ്പടുക്കണമെങ്കിൽ 25 വർഷമാണ്. ഒരു 1/4 നൂറ്റാണ്ട് ഉണ്ടായാൽ മാത്രമേ ഇറാന് പിന്നെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇറാനും ഇതാവശ്യമാണ്, ട്രംപിനും ഇതാവശ്യമാണ്. കാരണം ട്രംപ് ഒരു അവസാനിക്കാത്ത യുദ്ധത്തിലേക്ക് ചെന്ന് കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പേരുദോഷം. അദ്ദേഹം ഒരു പക്ഷേ ഇനി ഒരു പ്രസിഡന്റ് ആകേണ്ട വ്യക്തി ആവാനുള്ള സാഹചര്യം ഇല്ല. എന്നിരുന്നാൽ കൂടി ഇതൊക്കെയാണ് ഇവിടെ ഇന്ന് വരെ യുദ്ധം നടന്നിരിക്കുന്ന കാര്യങ്ങൾ, യുദ്ധത്തിൽ എത്തിപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. സമ്പദ് വ്യവസ്ഥകൾ തകരും. പ്രത്യേകിച്ച് നമ്മൾ പ്രതിപാദിക്കുമ്പോൾ മലയാളം എന്ന ഭാഷയിൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ പറയേണ്ടത് 40 ലക്ഷം മലയാളികളുടെ പ്രത്യേകിച്ച് ദുബായ്, UAE ആണ്, അവിടെയാണ് ബഹുഭൂരിപക്ഷം. ഈ 40 ലക്ഷം മലയാളികളുടെ ഉപജീവന മാർഗം പോലും വഴിയാധാരമാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ? ആകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ചർച്ചകൾ മുന്നോട്ട് പോകട്ടെ, സമാധാനം വിരിഞ്ഞു വരട്ടെ. ഇസ്ലാമാബാദ്, ചലോ ഇസ്ലാമാബാദ്.
ചലോ എന്തെങ്കിലും ചലോ ചേർക്കാനുണ്ടോ? ചലോ 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 ചലോ